മേപ്പാടിയിലേക്ക് പോകാം. അവിടെ നിന്ന് വിജിൻ നമ്മൾക്കൊപ്പം ഇപ്പോൾ വരും. അവിടെ ഒരു കുടുംബത്തിൽ 11 പേരെ നഷ്ടപ്പെട്ട ഒരാളുകൂടി വിജിനൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജിൻ അവരോട് സംസാരിക്കുകയും ചെയ്യും. വിജിൻ, മേപ്പാടിയിലാണല്ലേ? ചെറുത് ഞാനിപ്പോൾ ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയിലാണ്. മേപ്പാടിയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരാളെ, സാഹിറിനെ ഞാനിവിടെ കാണുന്നത്. ഒരു കുടുംബത്തിലെ 11 പേർ, മകൻ ഉൾപ്പെടെയുള്ള 11 പേരാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ഏകദേശം 6ഓളം പേരെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് തൊട്ടടുത്ത മേപ്പാടിയിലെ പള്ളിയിൽ കബറടക്കുകയും ചെയ്തു. മറ്റ് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിലിൽ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് സാഹിർ. ആരെയൊക്കെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്? ഇനി മൊത്തം 11 ആൾ പോയത്. പക്ഷേ 6 പേരെ 6 പേരെ കണ്ടെത്താനുണ്ട്. അതിൽ എൻ്റെ അമ്മോസന്, ഇളയച്ചൻ്റെ വൈഫ്, അളിയൻ്റെ ഒരു കുട്ടി, അളിയൻ്റെ പെണ്ണുങ്ങൾ, ഇവരെ കിട്ടാണ്ട് 6 പേരെ നീ കിട്ടാണ്ട്. മോനുൾപ്പെടെയാണ്? മോന് അടക്കം പോയതാണ്. മോനെയൊക്കെ തിരിച്ചു കിട്ടി? മോനെ തിരിച്ചു കിട്ടി, അളിയനെ തിരിച്ചു കിട്ടി, പെണ്ണുങ്ങളെ അമ്മായിമാനെ കിട്ടി, ഓളെ അനിയത്തിനെയും കിട്ടി. നിങ്ങളപ്പോൾ അവിടെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്? ഞങ്ങൾ നേരെ ചൂരമലയാണ് താമസം. ഓലെല്ലാ പ്രാവശ്യം മഴ വരുമ്പോൾ നമ്മളവിടെ വന്ന് നിൽക്കല. പക്ഷെ അന്നത്തെ ദിവസം ഓല് ഇങ്ങോട്ട് വരാതെ, അതിൻ്റെ തലേദിവസം നമ്മളവിടെ ഉണ്ടായ ആൾക്കാരാണ് ഓല്. ആ കുട്ടീനെ വരെ നമ്മളവിടെ ഉണ്ടായത്. പിന്നെ 8:30 മണിയാകുമ്പോൾ അവിടെ വന്നിട്ട് ആ കുട്ടീനെയും വീട്ടിൽ അവിടെ പോയതാണ്. ഒരു 10:30 ആകുമ്പോൾ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് ഓല് ഭക്ഷണം കഴിക്കണേ. ഞങ്ങൾ 3 ആൾ ക്ഷണിച്ചാൽ എൻ്റെ വൈഫിന് ഇനി മോന് ചെറിയ ഇളയനും എൻ്റെ അവിടെ ഉള്ളത്. പക്ഷെ ഞങ്ങളില്ലാന്ന് പറയുകയും ചെയ്ത്. പക്ഷേ ഓർക്ക് നിർബന്ധം പിടിച്ച് പോലും ആ മക്കളെയും കയറ്റിയാണ്ട് കൊണ്ടുപോയി. പക്ഷേ ഒരു 1:15 ഞാൻ എൻ്റെ മോനൊക്കെ ഫോൺ ചെയ്തേക്കണേ. ഇതിന് ഒരു 1:15 മോനെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, പുഴയിലൊക്കെ ഭയങ്കര ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞു. ഇപ്പം ഞാൻ നോക്കാമെന്ന് പറയലും അതോടെ സംഭവം കഴിഞ്ഞു. ഇവിടെയൊക്കെ വരുന്നതിൻ്റെ മോക്കോലടക്കാനൊക്കെ ഈ ബാബാക്കാനടക്കെ ഭയങ്കര പ്രതീക്ഷയാണ് എൻ്റെ മോന്. എന്താ ചെയ്യുക സാറേ, തമർന്നു പോയല്ലോ. അത്രയും നല്ലൊരു മോനെൻ്റെ മോന്, എല്ലാവർക്കും ഇഷ്ടപ്പെടാം. മൂപ്പര് ചോദിച്ചാറിയാം ഞങ്ങൾ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. നിങ്ങളിപ്പോൾ എവിടെയാണ് താമസം? ഞങ്ങളിപ്പോൾ മോളവിടെയാണ്, പാടിയിലാണ് താമസം. മോളും പാടിയിലാണ് താമസം. അപ്പോൾ ഒന്നുമില്ല, ഒക്കെ പോയി. അപ്പോൾ പിന്നെ അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. ഇങ്ങനെ അലഞ്ഞ് നടക്കന്നെ സാറേ, ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്നും അങ്ങനെ നിൽക്കുക. ഈ വീട് പൂർണ്ണമായിട്ടും ആ ഭാഗത്ത്? വീട് വൈഫിന് എസ്റ്റേറ്റ് പണിയാണ്, ഞാൻ കൂലിപ്പണിക്കാരനാണ്. പാടിയിലെ താമസം ഒക്കെ പോയി, എല്ലാം പോയി. ഇനി ഒന്നുമില്ല. നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഒരു കോട്ടേജ് നമ്മൾ വാടക എടുത്തതിന്. പക്ഷേ അതിലൊന്നും അവിടെയും നിൽക്കാൻ പറ്റില്ല, അതടക്കം അങ്ങനെ പോയതല്ലേ. അങ്ങനെ പോയി. എന്തായാലും ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താൻ കഴിയുന്നത്. ശരത്ത്, ഇതുപോലെ കൂടുതൽ ആളുകൾ ഇങ്ങനെ നമ്മൾ ഈ സാഹിറിനെ മാത്രമല്ല വഴികളിൽ, ഞാനിപ്പോൾ മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴികളിൽ ആണ് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഓരോ വഴികളിലും ഇങ്ങനെയുള്ള കൂടുതൽ ആളുകളെ കാണാം. എനിക്കൊപ്പം കുറച്ച് മുമ്പ് ഈ മുണ്ടക്കൈ സ്വദേശി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും വീടുകളും തൊട്ടടുത്ത വീടുകളും അയൽവാസികളും ഒക്കെ നഷ്ടപ്പെട്ടു. ഇനി ആര് എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് പൂർണ്ണമായും മണ്ണും കല്ലും പാറയും ഒക്കെ എടുത്തു പോയത്. ഇവരെപ്പോഴേ അനാഥത്വത്തിൻ്റെ വഴിയിലേക്ക് തള്ളിവിടപ്പെട്ട 100 ജീവിതങ്ങളാണ് ഈ പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നത്. ശരിക്കും ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ നമ്മളിങ്ങനെ ഓരോ സമയവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ഒരാളാണ് ഇപ്പോൾ വിജിനോട് സംസാരിച്ചത്. ആ ദിവസം ബന്ധുക്കൾ സാധാരണ ചൂരൽമലയിലുള്ള താരതമ്യേന സുരക്ഷിതമാണ് എന്ന് കരുതുന്ന ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊക്കെ വന്ന് നിൽക്കാറാണ് പതിവ്. പക്ഷേ ഇക്കുറി അത് തെറ്റിച്ചു. അവരവരുടെ വീട്ടിൽ തന്നെ തുടർന്നു. പക്ഷേ ആ രാത്രിയിലുണ്ടായ വലിയ 2 ഉരുൾപൊട്ടലിൽ അവരെല്ലാവരും ഇല്ലാണ്ടാവുകയായിരുന്നു. അവരെ തിരഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലാണ് സാഹിറുള്ളത്. സാഹിറിൻ്റെ ആ അവസ്ഥ, അദ്ദേഹത്തിൻ്റെ മാനസികമായ വലിയ വേദന ഒക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയമാണ്.